നമസ്കാരം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, നമ്മൾ കാണുന്ന ഈ യാഥാർത്ഥ്യം, ഇത് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ? അതോ ഇതൊരു വലിയ സ്വപ്നമാണോ? എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് യാത്ര തുടങ്ങുന്നത്. യോഗവാശിഷ്ടം എന്ന പുരാതന ഗ്രന്ഥത്തിലേക്കുള്ള ഒരു യാത്ര. ഇത് വെറുമൊരു പുസ്തകമല്ല. ജീവിതത്തിന്റെ അർത്ഥം തേടി ഉഴലുന്ന യുവരാജാവായ രാമനും ജ്ഞാനിയായ വസിഷ്ഠ മഹർഷിയും തമ്മിലുള്ള ഒരു ആഴമേറിയ സംഭാഷണമാണ്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ അനുഭവിക്കുന്ന, കാണുന്ന, തൊട്ടറിയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഒരു സ്വപ്നം പോലെയാണെങ്കിലോ? ഈ ഒരു ഞെട്ടിക്കുന്ന ചിന്തയിൽ നിന്നാണ് യോഗവാസിഷ്ഠത്തിലെ അറിവിന്റെ ലോകം നമുക്ക് മുന്നിൽ തുറക്കുന്നത്. നമ്മുടെ കഥയിലെ നായകൻ അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമനാണ്. പുറമേ നിന്ന് നോക്കിയാൽ അദ്ദേഹത്തിന് ഒന്നിനും ഒരു കുറവുമില്ല. ഒരു രാജകുമാരന് വേണ്ടതെല്ലാം അധികാരം, സമ്പത്ത്, പ്രശസ്തി എല്ലാമുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുതരം അർത്ഥശൂന്യത, ഒരു വലിയ നിരാശ നിറയാൻ തുടങ്ങി. തന്റെ രാജ്യത്തിലൂടെ ഒരു യാത്ര കഴിഞ്ഞു വന്നപ്പോൾ രാമൻ ചില കാര്യങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈ ലോകത്തിലെ സുഖങ്ങൾ, സമ്പാദ്യങ്ങൾ, നേട്ടങ്ങൾ ഇതെല്ലാം എത്ര താൽക്കാലികമാണ്. ഒന്നും ശാശ്വതമല്ല. എല്ലാം ഒരു നാൾ ഇല്ലാതാകും. ഈ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തെ വല്ലാത്തൊരു വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. ജീവിതത്തിന് എന്താണൊരർത്ഥം എന്ന ചോദ്യം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. രാജകുമാരന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി. അദ്ദേഹത്തെ സഹായിക്കാനായി ജ്ഞാനികളിലെ ജ്ഞാനിയായ വസിഷ്ഠ മഹർഷിയെ രാജസദസ്സിലേക്ക് വിളിച്ചുവരുത്തി. വസിഷ്ഠൻ രാമന്റെ ദുഃഖം കേട്ട ശേഷം അതിന്റെ കാരണം കണ്ടെത്താനൊരു ശ്രമം നടത്തി. ശരി, ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. വസിഷ്ഠൻ നൽകുന്ന മറുപടി വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാമ, നിന്റെ ദുരിതത്തിന് കാരണം ഈ ലോകമല്ല. ലോകത്തിനൊരു കുഴപ്പവുമില്ല. പ്രശ്നം നീ ഈ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിലാണ്. നിന്റെ കാഴ്ചപ്പാടിലാണ് യഥാർത്ഥ പ്രശ്നം. ആ കാഴ്ചപ്പാട് എന്താണെന്ന് വിശദീകരിക്കാനായി വസിഷ്ഠൻ തന്റെ ഏറ്റവും വിപ്ലവകരമായ ആശയം രാമന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെയെല്ലാം ചിന്തകളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള യോഗവാസിഷ്ഠത്തിന്റെ ആത്മാവ് എന്ന് തന്നെ പറയാവുന്ന ഒരു തത്വമാണിത്. അപ്പോൾ എന്താണ് ആ ആശയം? വളരെ ലളിതമാണ്. വസിഷ്ഠൻ പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ ഒരൊറ്റ വസ്തുവേയുള്ളൂ. അത് ശുദ്ധമായ ബോധമാണ്. നമ്മൾ കാണുന്ന ഈ ലോകം, ഈ പ്രപഞ്ചം, നമ്മളടക്കമുള്ള ജീവജാലങ്ങൾ, ഇതെല്ലാം ആ ഒരൊറ്റ ബോധത്തിൽ തെളിയുന്ന പ്രതിഫലനങ്ങൾ മാത്രമാണ്. അതായത്, ഒരു സ്വപ്നം കാണുന്ന ആളുടെ മനസ്സിൽ ഒരു ലോകം മുഴുവനുമുണ്ടാകുന്നതുപോലെ. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ വസിഷ്ഠൻ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ രാത്രിയിൽ വഴിയിൽ കിടക്കുന്ന ഒരു കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിക്കാറില്ലേ? ലൈറ്റടിച്ച് നോക്കുമ്പോഴല്ലേ അത് കയറാണെന്ന് മനസ്സിലാകുന്നത്? അതുപോലെയാണ് ഈ ലോകവും. നമ്മളിതിനെ ഒരു ഉറച്ച യാഥാർത്ഥ്യമായി കണ്ട് ആഗ്രഹിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. പക്ഷെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാകും. അപ്പോ ഈ പ്രപഞ്ചമാകുന്ന സ്വപ്നം എവിടെയാണ് സംഭവിക്കുന്നത്? ആ അടിസ്ഥാന യാഥാർത്ഥ്യത്തെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. അതിനെ നമുക്ക് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. എല്ലാത്തിനും ആധാരമായി നിൽക്കുന്ന, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആ പരമമായ സത്യം. സമുദ്രവും തിരമാലകളും രണ്ടല്ലാത്തതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആ ഒരൊറ്റ ബ്രഹ്മത്തിന്റെ പലവിധ രൂപങ്ങൾ മാത്രമാണ്. ശരി, ഈ പറയുന്നതൊക്കെ കുറച്ചു സങ്കീർണമായി തോന്നാം, അല്ലേ? അതുകൊണ്ടുതന്നെ ഈ ആശയം ലളിതമായി മനസ്സിലാക്കിക്കാൻ വേണ്ടി വസിഷ്ഠൻ രാമന് ഒരുപാട് കഥകൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ബോധത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്നും അതിനെ എങ്ങനെ ലോകങ്ങളെ തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഈ കഥകൾ നമുക്ക് കാണിച്ചുതരും. അതിലൊരു കഥയാണ് ലീലാറാണിയുടേത്. തന്റെ ഭർത്താവിന്റെ മരണശേഷം അദ്ദേഹത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും ആഗ്രഹവും കാരണം ലീല തന്റെ ബോധത്തിനുള്ളിൽ ഭർത്താവിനോടൊപ്പം ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കുകയാണ്. ഇത് തെളിയിക്കുന്നതെന്താണ്? നമ്മുടെ തീവ്രമായ ആഗ്രഹങ്ങൾക്കും ഓർമ്മകൾക്കും ചിന്തകൾക്കും സ്വന്തമായി യാഥാർത്ഥ്യങ്ങളെ തന്നെ മെനഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ്. നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ ലോകങ്ങളെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ജീവിതം ഒരു സ്വപ്നം പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്ത ചോദ്യം ഇതാണ്, ഈ സ്വപ്നത്തിൽ നിന്ന് എങ്ങനെ ഉണരാം? ആ യാഥാർത്ഥ്യത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ണു തുറക്കുക? നമുക്ക് തത്വചിന്തയിൽ നിന്ന് കുറച്ചും കൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം. ഈ ഒരു വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് ഈ ലോകത്തിലെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ആഗ്രഹങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന അജ്ഞാനിയായ ഒരാളുടെ മനസ്സ്,
മറുവശത്ത് എല്ലാം ഒരേ ബോധത്തിന്റെ കളിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒന്നിനോടും പ്രത്യേക മമതയില്ലാതെ ശാന്തമായിരിക്കുന്ന ഒരു ജ്ഞാനിയുടെ മനസ്സ്. ഇതാണ് ബന്ധനത്തിൽ നിന്നും മോചനത്തിലേക്കുള്ള മാറ്റം. അപ്പോ എങ്ങനെയാണ് ഈ ജ്ഞാനിയുടെ അവസ്ഥയിലേക്ക് എത്തുക? അതിന് വസിഷ്ഠൻ ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ജ്ഞാനികളുമായി സംസാരിക്കുക, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. പക്ഷേ അതിലേറ്റവും പ്രധാനം ഞാൻ ആരാണ് എന്ന് നിരന്തരം സ്വയം അന്വേഷിക്കുക എന്നതാണ്. ഈ അറിവ് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല, മറിച്ച് സ്വയം അന്വേഷിച്ച് കണ്ടെത്തേണ്ട, അനുഭവിക്കേണ്ട ഒന്നാണ്. ശരി, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ വലിയ പ്രപഞ്ചസത്യത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് ആ ഒരു തിരിച്ചറിവിലേക്ക് വരാം. യോഗവാസിഷ്ഠത്തിലെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതിന്റെ അർത്ഥമെന്താണ്? ഞാനും നിങ്ങളും, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും, നമ്മളൊന്നും വേറെ വേറെയല്ല. നമ്മളെല്ലാം ആ ഒരേയൊരു ബോധസാഗരത്തിലെ തിരമാലകൾ മാത്രമാണ്. ഞാൻ, നീ എന്നൊക്കെയുള്ള വേർതിരിവ് ഒരു തോന്നൽ മാത്രമാണ്. സത്യത്തിൽ നമ്മളെല്ലാം ഒന്നാണ്. ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഈ പ്രപഞ്ചം ഒരു വലിയ സ്വപ്നമാണെങ്കിൽ ആരാണ് ആ സ്വപ്നം കാണുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ആ യാത്ര നിങ്ങൾ തുടരുക.